ജാർഖണ്ഡിലേക്ക് എത്തുമ്പോൾ അവിടെ രാഷ്ട്രീയ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത പുതിയ സർക്കാർ അധികാരത്തിൽ ഏറിയെങ്കിൽ കൂടിയും ഭരണപക്ഷ എം എൽ എമാരെ റിസോർട്ടിൽ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുകയാണ് ഒരുപക്ഷെ സർക്കാർ എന്ന് വളരെ വിഷമത്തോടുകൂടി ഖേദകരത്തോടുകൂടി പറയേണ്ടി വരും. കാരണം ഈ പുതിയ സർക്കാർ അധികാരത്തിൽ ഏറുമ്പോൾ പോലും ഉറപ്പില്ലാത്ത ഒരു ഭരണത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് തോന്നിക്കും വിധമാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ വരുന്നത്. എന്തായാലും ചമ്പൈ സോറൻ സർക്കാരിന് 10 ദിവസത്തിനകം സഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചേ മതിയാകൂ. 10 ദിവസത്തെ സമയമാണ് ഗവർണർ നൽകിയിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിനിടയിലാണ് ഇന്ന് ഭാരത് ജോഡോ യാത്ര ജാർഖണ്ഡിലെത്തുന്നതും. ഭാരത് ജോഡോ യാത്ര ഓരോ സംസ്ഥാനത്തെത്തുമ്പോഴും അവിടുത്തെ INDA മുന്നണി തകരുന്ന ഒരു കാഴ്ച നമ്മൾ ഇതുവരെ കണ്ടു. ബംഗാളിലെത്തുമ്പോൾ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മുന്നണിക്ക് പുറത്തേക്ക് പോയി. ബീഹാറിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ സർക്കാർ തകർന്നു. പുതിയ NDA സർക്കാർ അധികാരത്തിലേറി.